ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സൈൻ അപ്പ് പ്ലേ OTTയിലൂടെ ഒക്ടോബർ 31 റിലീസ് ചെയ്ത മധുരം ജീവാമൃത ബിന്ദു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ടുതാഴെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മധുരം ജീവാമൃത ബിന്ദു ഇതൊരു 4 വ്യത്യസ്ത കഥകളാണ്. 4 ഡയറക്ടർമാർ സംവിധാനം ചെയ്ത വ്യത്യസ്ത മൂവികളാണ്. ഓരോ ഡയറക്ടർമാരുടെ പേര് പറയുകയാണെങ്കിൽ ഷംസു സൈബ, അപ്പു എൻ ഭട്ടതിരി, പ്രിൻസ് ജോയ്, ജിതിൻ കാച്ചപ്പള്ളി എന്നിവരാണ് ഇത് ഓരോന്നും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്റ്റോറി ആയിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കഥ ജെസ്സി എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് ഷംസു സൈബയാണ്. ഇതിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സൈജു കുറുപ്പും ദയാന ഹമീദുമാണ്. ഇതിൽ സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഒരു സിനിമാ പ്രേമിയായ ഒരു സ്കൂൾ സ്പോർട്സ് അധ്യാപകനാണ് സൈജു കുറുപ്പ്. ദയാന ഹമീദിനോട് മനസ്സിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വളരെ സിമ്പിളായിട്ടാണ് സൈജു കുറുപ്പ് അവതരിപ്പിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ സംഗതി ചെയ്തിട്ടുണ്ട്. ഒരു കോവിഡ് കാലഘട്ടത്തിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ഇതിലൊരു നല്ലൊരു സോങ് ഉണ്ട്. അമിതമായ സിനിമാ മോഹം കാരണം പല ഷോർട്ട് ഫിലിമുകളും അതുപോലെ സിനിമ ഓഡിഷനും മുടങ്ങും. കാരണം കോവിഡ് കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത്. ആ കോവിഡ് കാരണം പലതും മുടങ്ങുമ്പോൾ സങ്കടത്തിലിരിക്കുന്ന സൈജു കുറുപ്പിൻ്റെ മുന്നിലേക്ക് ഓൺലൈനിൽ കൂടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വിക്ടേഴ്സ് ചാനലിൻ്റെ ഒരു പരിപാടിക്ക് പോകുന്നതും അവിടെയുള്ള ആ ക്യാമറയും മറ്റേ ആ ഒരു സംഗതിയൊക്കെ കണ്ടിട്ട് സൈജു കുറുപ്പിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് കാണേണ്ടതാണ്. അത്രയും വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ജെസ്സി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഇതിൻ്റെ ഡയറക്ടറായ ഷംസു സൈബ ഒരുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോറിയുടെ പേര് നൊസ് എന്നാണ്. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പു എൻ ഭട്ടതിരിയാണ്. ബാസിൽ ജോസഫാണ് ഇതിൽ പ്രധാന ക്യാരക്ടറായിട്ട് വരുന്നത്. ഈ സിനിമയിൽ ബാസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ ഒരു സിനിമാ തിയേറ്ററിലെ ക്ലീനിങ് ജോലിക്കാരനാണ്. പിന്നെ അയാളുടെ മനസ്സിലൊരു ചെറിയൊരു കലാകാരനുണ്ട്. ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ സ്വയം ഒരു ക്യാരക്ടറായിട്ട് മാറുകയും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ബാസിൽ ജോസഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമൻ്റെ കിളി പോവും. അത് എഴുതിയവൻ്റെ കിളിയാണോ നമ്മളെ കിളിയാണോ പോകുന്നതെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവില്ല. അയാൾ എഴുതിയ ഇതിൻ്റെ ഡയറക്ടർ കഞ്ചാവ് അടിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ എടുത്തിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിലിം ഇഷ്ടമായില്ല. മൂപ്പര് ഓവർ തിങ്ക് ചെയ്തിട്ട് എഴുതിയുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി അയാളെപ്പോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എന്തായാലും ആ ഷോർട്ട് ഫിലിമിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഷോർട്ട് ഫിലിമിലേക്ക് കിടക്കാം. ഡയറക്ടർ പ്രിൻസ് ജോയ് സംവിധാനം ചെയ്ത് ജാഫർ ഇടുക്കി, വിനയ് ഫോർട്ട്, മാല പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച സോങ് ഓഫ് സാമുവൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇതിൽ കണ്ട ഷോർട്ട് ഫിലിമിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായതും ഏറ്റവും വളരെ മനോഹരമായിട്ടും വളരെ അടിപൊളിയായിട്ട് എടുത്ത ഒരു സ്റ്റോറിയാണ് ഈ സോങ് ഓഫ് സാമുവൽ. ഇത് നിങ്ങൾ അത്രയും ഭയങ്കര ഇമോഷണലാണ്. ഇതിൽ ജാഫർ ഇടുക്കി ഒരു രക്ഷയില്ല, അപാരം. വിനയ് ഫോർട്ടും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ മാലാപാർവതി ചെറിയ വേഷമാണെങ്കിലും അതും വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മിസ് ചെയ്യാൻ പാടില്ല, അത്രയും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഇതിൻ്റെ സ്റ്റോറി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും മനോഹരമായിട്ട് എടുത്തിക്കണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം. അത്രയും വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഡയറക്ടർ ജിതിൻ കാച്ചപ്പള്ളി സംവിധാനം ചെയ്ത് സുഹാസിനി, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ജീവിതാമൃത ബിന്ദു ഇതൊരു നല്ലൊരു സ്റ്റോറിയാണ്. നല്ല രസമായിട്ട് എടുത്തിട്ടുള്ള നല്ല ഒരു വൃത്തി പോലെ എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൽ ലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലാലൊരു റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഷുഗർ പേഷ്യൻ്റായ ലാലിന്
ഭാര്യ സുഹാസിനി മധുരം ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അങ്ങനെ വീട്ടിലത്തെ എല്ലാ മധുര പലഹാരങ്ങളും മധുര സാധനങ്ങളും ഒരു അലമാരയിൽ പൂട്ടി വെച്ചിട്ട് സുഹാസിനി മക്കളായിട്ട് ഒരു വിരുന്നിന് പോണ്. എന്നിട്ട് മധുരം കണ്ടെത്താനുള്ള അമിത ആവേശവും ഒരു ഭാര്യ ഭർത്തൃ സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ കഥയുമാണ് ഈ സ്റ്റോറി. ഇത് വളരെ ഭംഗിയായി വൃത്തിയായി രണ്ടുപേരും സുഹാസിനും ലാലും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൊത്തം എല്ലാ സ്റ്റോറികളും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. എല്ലാവർക്കും നമസ്കാരം. ബൈ.